ഈ ഭഗവത്ഗീതന്റെ മഹാഭാരതവും രാമായണവും ജീവിതത്തിന്റെ മൂല്യങ്ങൾ പഠിക്കാനായിട്ട് വായിക്കരുത്. വേറെ ഒന്നിനും കൊള്ളത്തില്ല, കാശിനും കൊള്ളാത്ത പുസ്തകങ്ങളാണ്. ഖുർആനൊന്നും എടുത്തുകൂടാ, തോട്ടിക്കളയേണ്ടതാണ്. അമ്മയും മകനുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റില്ല. നിങ്ങൾ തെറ്റെന്നുള്ള വാക്ക് എവിടുന്നാണ് ഉപയോഗിക്കുന്നത്? അല്ല, തെറ്റെന്ന് എന്തർത്ഥത്തിലാണ് തെറ്റെന്ന് പറയുന്നത്? നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ കണിശമായിട്ട് ഒന്നിക്കൊണ്ട ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ശുക്ലം വിസർജിക്കരുതെന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും. അതിന് അച്ഛനോ മകളോ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ അതിനകത്ത് 90% അല്ല 99% ഗർഭമുണ്ടാകും. നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ രസം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. പൂവിനകത്തിരിക്കുന്ന തേൻ പോലെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുകയും നിരന്തരം ജീവൻ തുടരും എന്നുള്ള രസം അതിൽ വെച്ചിരിക്കുന്നത് വഴി കണിശമായി അത് എൻഷുർ ചെയ്യപ്പെടും. അതുകൊണ്ട് സിമ്പിളാണ് ജീവിതം, വളരെ സിമ്പിളാണ് ജീവിതം. സത്യം അറിയാനാണെന്നോ ബ്രഹ്മം അറിയാനാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനാണെന്നോ ജീവിതം ഇവിടെ അല്ലെന്നും ജീവിതം ഇനിയും സ്വദേശം കാണാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പഴയകാല കഴുതകളുടെ ഫിലോസഫി കാരണമാണ് ജീവിതം മനസ്സിലാകാതെ പോയത്. അച്ഛനോ മകളോ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റാണ്, അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ പാടില്ലാന്ന് പറയുന്നത് കൊണ്ടല്ല അത് ചെയ്യാതിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞത്. അതൊക്കെ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തൊരു റിലേഷൻ ആണോ? അമ്മയും മകനുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റില്ല. തെറ്റാണ്. ഇതുകൊണ്ടാണ് തെറ്റാകുന്നത്. ആളുകൾ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, മതം പഠിപ്പിക്കുന്നതുകൊണ്ടല്ല. ലൈംഗിക ബന്ധത്തിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ലൈംഗിക അതാണ് നമ്മൾ അതൊക്കെയാണ് വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇതിനെ പറയാതെ. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പണ്ട് കാലത്ത് ഒരു കോണ്ടോ ഇല്ലാത്ത കാലത്ത് നിയന്ത്രണം ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അല്ല, നിയന്ത്രണം നമ്മൾ ഉണ്ടാക്കണ്ട. ഇപ്പൊ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോ എപ്പോഴും നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പൊ അതും നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല. അത് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നതിന് നിങ്ങൾ കണിശമായിട്ട് ഒന്നിക്കൊണ്ട ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ശുക്ലം വിസർജിക്കരുതെന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും. അതിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത വരും, അല്ലാതെ പറ്റത്തില്ല. പക്ഷെ കുട്ടി ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് അണ്ടമില്ലാതിരിക്കുന്നത് കൊണ്ടാണ്. അത് ഇങ്ങനെ വിഷയം അറിയാതെ നമ്മൾ പറയരുത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഫെർട്ടൈലായിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീ ഫെർട്ടൈലായിരിക്കുന്ന സമയത്തുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതിനകത്ത് 90% അല്ല 99% ഗർഭമുണ്ടാകും. അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ ബയോളജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഇപ്പോ നമ്മൾ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാനൊരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു എന്ന് വിചാരിച്ചോ, എനിക്ക് അതിനകത്ത് കുട്ടികൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിനുള്ള പ്രിവെൻഷൻ എന്തെങ്കിലും ഞാൻ നോക്കും. ഒന്നല്ലെങ്കിൽ കോണ്ടം യൂസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം അതിനുവേണ്ടി നോക്കുമായിരിക്കും. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പൊ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനും മകളുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം. തെറ്റെന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇതാണ് വേണ്ടി നിങ്ങൾ തെറ്റെന്ന് പറയുന്ന സാമൂഹികമായി നിർമ്മിച്ചതല്ല, മതം പഠിപ്പിച്ചത് കൊണ്ടല്ലത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനോട് ആന്തരികമായ വെറുപ്പ് തോന്നിയിരുന്നത് ഉണ്ടാകുന്ന കുഞ്ഞു വികലമായ കുഞ്ഞായി തീരുകയെന്ന് നിങ്ങൾ ഇരിക്കുന്ന മനുഷ്യനായിട്ടിരുന്നുകൊണ്ട് പറയാതെ എന്നോട്. നിങ്ങൾ എങ്ങനെയാണ് ഈ മോറൽ ഉണ്ടായതെന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ തെറ്റെന്നുള്ള വാക്ക് എവിടുന്നാണ് ഉപയോഗിക്കുന്നത്? അല്ല, തെറ്റെന്ന് എന്തർത്ഥത്തിലാണ് തെറ്റെന്ന് പറയുന്നത്? അത് തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡല്ല. അതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടല്ലത്, ബയോളജിക്കലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. കുഴപ്പമുണ്ട് ലോകത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് വെറുപ്പുണ്ടാകുന്നത്, അതുകൊണ്ടാണ് അത് തെറ്റാകുന്നത്. എനിക്ക് കുട്ടികൾ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് അത് ഇന്നത്തെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പുതിയ കഴിവ് വന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ആന്തരികമായി നിങ്ങൾക്ക് അതിനോട് വിരക്തി ഉണ്ടാകും. ആന്തരികമായി നിങ്ങൾക്ക് കുറ്റബോധം അനുഭവിക്കും.
അത് ഈ കാരണം കൊണ്ടാണ്, ബയോളജി ആയിട്ട് നിർണയിച്ചു വരുന്ന സാധനമാണത്. ചിലപ്പോ ആരും പഠിപ്പിക്കേണ്ട അത്. മക്കള് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്വന്തം ജനിതകമായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമായി ഈ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ഈ അധികാരം എന്ന് പറഞ്ഞാൽ രാജാവ് ആയിരുന്ന സമയത്ത് രാജ്യത്വം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി സഹോദരിയും സഹോദരനെയും കൊണ്ട് ഈജിപ്തിലുള്ള ആൾക്കാർ വിവാഹം കഴിപ്പിക്കുമായിരുന്നു. കാരണം അവരുടെ സ്വത്തവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ആ ചെയ്തിരിക്കുന്ന മുഴുവൻ പേരും അവസാനം ഈ ആ മമ്മികളെ പറ്റി പഠിക്കുന്ന സമയത്ത് മുഴുവൻ എണ്ണം വികലമായി മാറി. ഈ വികലമായി മാറുക എന്നുള്ള ജനിതക അറിവാണ് നമ്മുടെ മൊറാലിറ്റിയുടെ അടിസ്ഥാനം. അല്ലാതെ ബൈബിളിൽ പഠിപ്പിക്കുന്ന വഴിയോ ഖുറാനിൽ പഠിപ്പിക്കുന്നത് വഴിയോ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന വഴിയോ അല്ലത്. നമുക്ക് ആന്തരികമായി ഇതിനോട് വെറുപ്പ് അനുഭവിക്കുന്ന നിലവാരത്തിൽ അകലം അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനകത്തും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിനകത്തും ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് കുറ്റബോധം തോന്നുന്നത്. അങ്ങനെയാണ് അത് തെറ്റായിത്തീരുന്നത്. അല്ലാതെ ഇത് ആളുകൾ പഠിപ്പിക്കുന്ന വഴിയല്ല. നിങ്ങൾക്ക് ഇന്നത് മറികടക്കാനായിട്ടുള്ള പലതരത്തിലുള്ള കഴിവുകൾ നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ളത് കാരണം കൊണ്ട് ആളുകൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബന്ധം ഉണ്ടാക്കുന്നത് വഴി നിങ്ങൾക്ക് കുറ്റബോധം പോകത്തില്ല. ഇപ്പൊ ഗർഭം ധരിപ്പിക്കാതെ അമ്മയും മകനും തമ്മിൽ ബന്ധം ഉണ്ടാക്കാനും അച്ഛനും മകളും തമ്മിൽ ബന്ധം ഉണ്ടാക്കിയാൽ കുറ്റബോധം പോകത്തില്ല. കാരണം അത് തെറ്റായിട്ട് തന്നെ നമ്മൾ അനുഭവിക്കുക. അത് ജനിതകമായി നമ്മളിൽ രൂപപ്പെടുന്നതാണ്. ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ വിഷയം പറയാൻ. അപ്പൊ കുട്ടി ഉണ്ടാക്കാൻ തടസ്സം ഉണ്ടാകുന്ന ജീവിതത്തിനകത്ത് നമ്മൾ കോണ്ടം കണ്ടുപിടിക്കുകയും അത്തരത്തിലുള്ള ഇപ്പോൾ IUD എന്ന് പറയുന്ന സാധനങ്ങൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് നമ്മൾ കണ്ടുപിടിച്ച് ഇട്ടിട്ട് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഇടുകയൊക്കെ ചെയ്താൽ കുട്ടി ഉണ്ടാകത്തില്ല. പക്ഷെ അത് കാരണം കൊണ്ടൊന്നും ഈ പറയുന്ന മാനസിക പ്രശ്നം പരിഹരിക്കത്തില്ല. അത് തുടരുന്നതിൻ്റെ കാര്യം ജനിതകമായി നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ രസം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം മനസ്സിലാകാതെ പോകുന്നത്. ലൈംഗിക ബന്ധത്തിനകത്തേക്ക് പ്രകൃതി നമ്മളെ യോജിപ്പിക്കുന്നത് രസം അതിനകത്ത് വെച്ചാൽ കണിശമായിട്ട് അത് ചെയ്യപ്പെടും എന്നറിയുന്നത് കൊണ്ടാണ്. പൂവിനകത്തിരിക്കുന്ന തേൻ പോലെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുകയും നിരന്തരം ജീവൻ തുടരും എന്നുള്ള ജനിതകമായ അറിവ് ജീവികൾക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത്. അല്ലാതെ രസം കൊണ്ട് പോകുന്നതല്ല. രസം അതിൽ വെച്ചിരിക്കുന്നത് വഴി കണിശമായി അത് എൻഷുർ ചെയ്യപ്പെടും. ഇങ്ങനെ അതിനെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് രസത്തിന് വേണ്ടി ഞങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടത്തില്ല, കൊച്ചിനെ ഉണ്ടാക്കാൻ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് ഈ പള്ളിയിലച്ചന്മാർ പഠിപ്പിക്കുന്ന പോലെ പഠിക്കരുത്. അത് അങ്ങനെ അല്ലാതെ മനസ്സിലാക്കേണ്ടത്. രസം അവിടെ ഉണ്ട്, അത് വേണോ വേണ്ട എന്ന് നമ്മൾ നിർണ്ണയിച്ചാൽ പോകത്തില്ല. പക്ഷെ രസം തിരക്കുന്ന ജീവി സ്വാഭാവികമായി അതിൻ്റെ തുടർച്ച ഉറപ്പാക്കും എന്നുള്ളതാണ് പ്രകൃതിപരമായി പരിണാമപരമായി രൂപപ്പെട്ടതാണത്. ഇത് ഇത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യവും. മനുഷ്യനെന്ന് പറയുന്ന ജീവി കൂടുതൽ മിഴിവോടെ ജീവിക്കാൻ, കാരണം ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് അറിയുമ്പോഴും അത് രുചികരമാക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ മാറിയിട്ടുണ്ട്. ചൂടിലും തണുപ്പിലും നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനത്തിനകത്ത് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് വേണ്ടി അത് മാറുന്ന ഏരിയ വരുന്ന കാരണം കൊണ്ട് വളരെ ഭംഗിയുള്ളതാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. തണുപ്പിനകത്തു നിന്നും ചൂടിനകത്തു നിന്നും ശത്രുക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് വീടുണ്ടാക്കുന്നതെന്ന് അറിയുമ്പോഴും അത് ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റി അയലത്തുള്ളതിനെ കൊതി പിടിപ്പിക്കുന്ന നിലവാരത്തിൽ മാറ്റുന്ന പണിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല, മനുഷ്യൻ ജീവിതം മുഴുവനും എക്സാജറേറ്റ് ചെയ്ത് വളരെ ഊതിപ്പെരുപ്പിച്ച് അനുഭവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ടാണ് ആ നിലവാരത്തിലെല്ലാം ചെയ്യുന്നത്. അതങ്ങനെ മനസ്സിലാക്കണം. അത് ലൈംഗിക ബന്ധത്തിനകത്ത് ഉള്ള രസം കൊണ്ട് മാത്രമല്ല ലൈംഗികമായ കാര്യങ്ങളിനകത്ത് നമ്മൾ ഇഷ്ടത്തോടെ നിൽക്കുന്നത്. ഭക്ഷണത്തിനും രുചിയുള്ളതിൻ്റെ പുറകെ പോകും, അതിന് മധുരമുള്ളതിൻ്റെ പുറകെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകും. അനാരോഗ്യമാണെന്ന് അറിയുമ്പോഴും പായസം കൂടുതൽ കുടിക്കും. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിനകത്ത് മനുഷ്യർ എക്സാജറേറ്റ് ചെയ്ത് അനുഭവിക്കുന്ന ലോകത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ജീവിതം ബയോളജി അറിഞ്ഞേ പറ്റൂ. ജീവിതം എങ്ങനെ രൂപപ്പെട്ട് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് അറിഞ്ഞേ പറ്റൂ. ഈ അറിവിനകത്ത് നിന്നുകൊണ്ട് ഈ വിഷയങ്ങളോട് സമീപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഇവിടെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുന്നതിനടുത്ത് എല്ലാം ഇരിക്കുമ്പോഴും ജീവനാണോ അത് ശ്വസിക്കും, അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും,
ഭക്ഷണം കഴിക്കും എന്നറിയണം. ഇത് അതുകൊണ്ട് ഇത്രയും ഏത് വളരെ simple ആയിട്ട് ആ പറഞ്ഞു. സിമ്പിളാണ് ജീവിതം, വളരെ സിമ്പിളാണ് ജീവിതം. ആ സിമ്പിളായ ജീവിതത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യം അറിയാനാണെന്നോ ബ്രഹ്മം അറിയാനാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനാണെന്നോ ജീവിതം ഇവിടെ അല്ലെന്നും ജീവിതം ഇനിയും സ്വദേശം കാണാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പഴയകാല കഴുതകളുടെ ഫിലോസഫി കാരണമാണ് ജീവിതം മനസ്സിലാകാതെ പോയത്. ജീവിതം വളരെ ലളിതമാണ്. ജീവിച്ചിരിക്കുകയും തുടരുക എന്നാണ്. ജീവിതത്തിന് കൂടുതൽ ഇമ്പമുള്ളതായിട്ട് ജീവിതം നിലനിർത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇമ്പമുള്ളതാക്കി മാറ്റുന്നതിനാണ് നല്ല വിര ഉണ്ടാക്കിയത്. ഇമ്പമുള്ളതാക്കി മാറ്റുന്നതിനാണ് നല്ല രുചികരമായി ഭക്ഷണം കഴിക്കുന്നത്. ഇമ്പമുള്ളതായി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാട്ട് പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരായിട്ട് മാറുന്നത്. ഇമ്പം ജീവിതത്തിനകത്ത് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ അനുകൂലമാക്കി ഇണക്കുന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇതല്ല. അല്ലാതെ ജീവിച്ചിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ ഞങ്ങളിവിടെ രസിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞ് നടക്കത്തില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. രസിക്കുന്ന സമയങ്ങളിലെല്ലാം കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറയുന്ന പോലുള്ളൊരു അറിവ് നമുക്കിതിനകത്ത് വേണം. രണ്ടുപേര് തമ്മിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ആ ഇടപെടുന്നതിനകത്ത് അവർ രണ്ട് ലിംഗത്തിൽ പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് ഈ സാധനം വർക്ക് ചെയ്യും. ഇതുകൊണ്ട് 10 വർഷമായി ഞാൻ സുഹൃത്തുക്കളായി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ബന്ധത്തിലുണ്ടാകത്തില്ലെന്ന് തിരിതിരിക്കുകയൊന്നും ചെയ്തത്. അത് നമ്മൾ അറിയണം. അത് അത്രയും ഉണ്ട്. രണ്ടുപേർ ആണും പെണ്ണുമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇണകൾ, ഞാൻ ആണും പെണ്ണും എന്ന് പറഞ്ഞ ആണും പെണ്ണും അല്ലാത്തവരും ലോകത്തുണ്ടെന്ന് അറിയുന്നുകൊണ്ടാണ്. ഇണകളായിരിക്കുന്നവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. ഇണകളാണെങ്കിൽ അത് ആണും ആയതുകൊണ്ട് പെണ്ണും ആയതുകൊണ്ട് ആണും പെണ്ണും ആയതുകൊണ്ടല്ല. ഇണകളാണെങ്കിൽ അവിടെ എത്തും. അത് എത്തും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് എത്തണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ അറിവുള്ളത് കൊണ്ടാണ്. നമ്മൾ 25 വർഷമായിട്ട് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് പരിചയത്തിലിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് അത് തൊട്ടാൽ അടിക്കത്തില്ലെന്ന് പറയുന്ന പോലാണ് ഈ ആളുകൾ പറയുന്നത്. 25 വർഷത്തെ പരിചയം കഴിഞ്ഞാലും തൊട്ടാൽ അടിക്കും. കാരണം അതിൻ്റെ സ്വഭാവം അടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ അറിയണം. അപ്പോൾ ജീവനകത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഏരിയയാണത്. അല്ലാതെ അതിനെ കൺഫ്യൂസ് ചെയ്യരുത്. ആ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? ജീവിതത്തിനെ തെറ്റിദ്ധരിച്ച മനുഷ്യരുണ്ടാക്കിയ ഫിലോസഫിയും അവരുണ്ടാക്കിയ സ്പിരിച്വാലിറ്റിയും കാരണമാണ് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതായി പോയത്. ആ കാലത്തുണ്ടാക്കിയ നിയമങ്ങൾ കാരണമാണ്, അത് തുടരുന്നത് കൊണ്ടാണ് ജനാധിപത്യപരമായ സംസ്കാരത്തിനകത്തൂടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്നത്. നിയമങ്ങൾ അഴിച്ചു കളയേണ്ടതാണ്. ഞാനതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതൻ്റെ മഹാഭാരതത്തിൻ്റെ രാമായണവും ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കാനായിട്ട് വായിക്കരുത്. ചരിത്രം വായിക്കാനോ കവിത പഠിക്കാനോ ഒക്കെ ആയിട്ട് അത് ഉപയോഗിക്കാം. വേറെ ഒന്നിനും കൊള്ളത്തില്ല. കാശിന് കൊള്ളാത്ത പുസ്തകങ്ങളാണ്. ഖുർആനൊന്നും എടുത്തുകൂടാ, തോട്ടിക്കളയേണ്ടതാണ്. അങ്ങനെ അതറിയേണ്ടതാണ്. അതൊന്നും അല്ല നമ്മൾ ജനാധിപത്യപരമായിട്ടും പരിണാമപരമായി ജീവിതത്തിനെ മനസ്സിലാക്കാതെ, ശാസ്ത്രീയമായ ജീവിതത്തിനെ മനസ്സിലാക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ എല്ലാ നിയമങ്ങളും അസംബന്ധമാണെന്നറിയണം. അത് പുതിയതായി അഴിച്ചു പണിയേണ്ടതാണ്. അഴിച്ചു പണിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിനെ ലളിതമായി അറിയേണ്ടതാണ്. നമ്മൾ സിംപ്ലി ലിവിങ്, വെറുതെ ജീവിക്കുന്നതേ ഉള്ളൂ. അതിനെ ഗുണപരമായി ജീവിതത്തിനെ മാറ്റുന്നതിന് എല്ലാവരും സഹകരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഈ പറയുന്ന സങ്കീർണമായി ജീവിതത്തിനെ പല തരത്തിൽ എഴുതിയും കഥയൊക്കെ എഴുതി വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് ഒരിക്കലും ജീവിതം തിരിച്ചറിയാൻ വയ്യാത്തവരായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് കൺഫ്യൂഷൻ. 2 മൂല്യബോധമാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുമ്പോൾ പറയുന്നത്. ഒന്ന്, പഴയ കാലത്തെ ഭാര്യ ഭർത്താവിനെ കീഴടങ്ങി നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നതും സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന മൂല്യങ്ങളുള്ള നിയമങ്ങൾ തുടരുക. മറ്റൊരു വശത്തൂടെ തുല്യരായ മനുഷ്യരാണെന്ന് പറയുന്നത്. ഈ 2 എണ്ണം തമ്മിൽ ഒന്നിച്ച് വരാതെ കമ്പ്യൂട്ടറും ഫയലും കൂടെ ഒന്നിച്ച് നടത്തിക്കൊണ്ടുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. കമ്പ്യൂട്ടർ മതി, അല്ലാതെ ഇനിയും ഫയലിനകത്ത് എഴുതണ്ട, അത് കളയണം എന്നാണ് പറയുന്നത്. ഇനി പഴയകാല ഭാര്യാഭർത്തൃ ബന്ധം അഴിച്ചു പണിഞ്ഞ് ഇണകൾ തമ്മിലുള്ള ബന്ധത്തിനുണ്ടാക്കുന്ന ലോകം നിർമ്മിക്കുന്നതിനാണ് നമ്മളിത് പറയുന്നത്.